റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ലാ തജ്അലൂ ബുയൂതകും ഖബ്റാ വലാ തജ്അലൂ ഖബ്രി ഈദാ വസല്ലൂ അലയ്യ ഫഇന്ന സ്വലാതകും തബ്ലുഗ്നി ഹൈസു കുൻതും. ലോകത്തിന്റെ ഗുരു ഈ ഉമ്മത്തിന്റെ ഷാഹിദാണ് എന്നോർക്കണം. യാ അയ്യുഹൻ നബി ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. ഈ ഉമ്മത്തിന്റെ കർമ്മങ്ങൾ, അമലുകൾ അല്ലാഹുവിന്റെ റസൂലിന് കാണിക്കപ്പെടുന്നുണ്ടെന്നറിയണം. നമ്മുടെ കർമ്മങ്ങൾ നമ്മുടെ ഹബീബിന് അല്ലാഹു കാണിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്വലാത്തുകൾ ഹബീബിന് അല്ലാഹു എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഹബീബായ തങ്ങൾ ബർസഖിയായ ലോകത്ത് ഒരു ജീവിതം, അതിന്റെ കൈഫിയത്ത് എങ്ങനെയാണ് എന്നത് അല്ലാഹുവിന് മാത്രമേ അറിയൂ. അവർ ജീവിച്ചിരിക്കുന്നവരാണ്. അവരുടെ ശരീരം നുരുമ്പിപ്പോകുകയില്ല. അവരവിടെ ഇബാദത്തിൽ മുഴുകുന്നവരാണ്. ആനന്ദമായ ഇബാദത്ത്, ആനന്ദമായ ഇബാദത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മാ മിൻ അഹദിൻ മിൻ ഉമ്മതി യുസല്ലിമു അലയ്യ, എന്റെ മേൽ ആരെങ്കിലും സ്വലാത്തോ സലാമോ ചൊല്ലിയാൽ, ഇല്ലാ ബലഗത്നി സ്വലാത്തുഹു, അവരുടെ സ്വലാത്ത് എന്റെ അരികത്തേക്ക് എത്തും. വറദത്തു അലൈഹി, ഞാൻ അതിന് മറുപടി പറയും. ഹദീസ് മഹാനായ ഇമാം അബൂ ദാവൂദ് സുനനിൽ കൊണ്ടുവന്നു. ഇസ്നാദുഹു സ്വഹീഹുൻ എന്ന് മുസഹീങ്ങളൊക്കെ ഹദീസിന്റെ അലിമീങ്ങൾ പറഞ്ഞ സ്വഹീഹായ ഹദീസ്. അത് മാത്രമോ, സ്വലാത്ത് മാത്രമാണോ? നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളും ഹബീബായ നബി തങ്ങളെ കാണിക്കപ്പെടുന്നുണ്ട്. ബർസഖിയായ ലോകത്തെക്കുറിച്ച് പ്രമാണങ്ങൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, അഹ്ലുസുന്നയുടെ ആളുകൾ അങ്ങനെ വിശ്വസിക്കുന്നുവെങ്കിൽ, ഇത് ഖബറാരാധന എന്നാണോ പറയേണ്ടത്? ആരാധന അല്ലാഹുവിന് മാത്രമേ ഉള്ളുവെന്നും മഅബൂദും ബിഹഖ്, അല്ലാഹു മാത്രമാണെന്നും അല്ലാഹുവിന്റെ സിഫാത്തുകളിൽ ഒരു പടപ്പിനും ഇടപെടാൻ കഴിയില്ലെന്നും പാടില്ലെന്നും വിശ്വസിക്കുന്ന മുവഹിദീങ്ങളായ ആളുകൾ, മഹാന്മാരായ ആളുകൾ വഫാത്തായി കിടക്കുന്നിടത്ത് വന്ന് സന്ദർശിക്കുകയും ആ പരിശുദ്ധമായ ചാരത്തിൽ നിന്ന് ദുആ ചെയ്യുകയും ചെയ്യുന്നതൊക്കെ ഖബറാരാധനയാണെന്ന് പറഞ്ഞു തള്ളാവുന്നതാണോ? നമ്മൾ അറിയണ്ടേ ഇസ്ലാമിക പ്രമാണങ്ങൾ എന്താണ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷവും ഈ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബിന്റെ ബറക്കത്ത് നൽകുന്നുണ്ട്. എത്ര മനോഹരമാണ് ഹദീസ്. റസൂലുള്ളാഹി തങ്ങൾ പറയാൻ പോകുന്നു, ഹയാതി ഖൈറുൽ ലക്കും തുഹദ്ദിസൂന വയുഹദ്ദസു ലക്കും വമമാതി വവഫാതി ഖൈറുൽ ലക്കും തുഅറദു അലയ്യ അഅമാലുക്കും فما رأيت من خير حمدت الله وما رأيت من شر استغفرت الله لكم. ഇത്തരം ഹദീസുകളൊക്കെ മൗളൂആണെന്നോ നുണയാണെന്ന് പറയുകയോ ദഈഫാണെന്ന് പറയുകയോ പറഞ്ഞ് തള്ളിക്കളയുന്ന ആളുകൾ അറിയണം. ഈ ഹദീസ് ഇമാം ബസ്സാർ എന്നവരുടെ മുസ്നദിലുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്നവർ കൊണ്ടുവന്ന ഹദീസ്. ഈ ഹദീസ് സ്വഹീഹാണെന്ന് റിജാലിന്റെ ആലിമീങ്ങൾ, ജറഹിന്റെ ആലിമീങ്ങൾ, ബലാബലം നോക്കുന്ന ആലിമീങ്ങൾ, സനദിന്റെ സ്ട്രെങ്ത് എത്രയാണെന്ന് നോക്കുന്ന ആലിമീങ്ങൾ, ഇമാമുൽ ഹൈസമി തങ്ങൾ, ശൈഖുൽ ഇസ്ലാം സൈനുദ്ദീനുൽ ഇറാഖി തങ്ങൾ, അവരുടെ മകൻ വലിയുദ്ദീനുൽ ഇറാഖി തങ്ങൾ, ഇമാം സുയൂത്തി തങ്ങൾ, ഇമാം സുർഖാനി, ഇമാം സുബൈദി, ഇവരെല്ലാം സ്വഹീഹുൻ 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 എന്ന് 1000 തവണ സ്വഹീഹാന്ന് രേഖപ്പെടുത്തിയ ഹദീസല്ലയോ ഇത്? ഇതിനെ സംബന്ധിച്ച് മൗദൂ എന്നാണോ പറയേണ്ടത്? ഈ ആലിമീങ്ങളൊന്നും ഹദീസ് മനസ്സിലാവാതെയാണോ സ്വഹീഹ് എന്ന് പറയുന്നത്? എന്താണ് നബി തങ്ങൾ പറയുന്ന ആ വചനത്തിന്റെ അർത്ഥം? ഹയാതി ഖൈറുൽ ലക്കും, എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ് സ്വഹാബികളെ, നിങ്ങൾക്ക് ഖൈറാണ്. തുഹദ്ദിസൂന അല്ലെങ്കിൽ തുഹദ്ദിസൂന വയുഹദസു ലക്കും അല്ലെങ്കിൽ യുഹദ്ദസു ലക്കും. നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു, അല്ലാഹു മറുപടി നൽകുന്നു. നിങ്ങൾക്ക് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അല്ലാഹു ശറഇന്റെ നിയമങ്ങൾ എന്നിലൂടെ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്റെ ജീവിതം ഖൈറാണ്, ഞാൻ നിങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്റെ ജീവിതം അതുകൊണ്ട് നിങ്ങൾക്ക് ഖൈറാൻ. ഏതെല്ലാം പുണ്യമാണ്, ഏതെല്ലാം നന്മയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കുമ്പോൾ എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്. വവഫാതി ഖൈറുൽ ലക്കും,
ഞാൻ ഈ ലോകത്തോട് വിട പറഞ്ഞാൽ എന്റെ മരണവും നിങ്ങൾക്ക് ഖൈറാണ്. എന്താണ് ആ ഖൈറ്? ഈ ഉമ്മത്തിന് ഹബീബായ നബി തങ്ങളുടെ വഫാത്തിന് ശേഷം കിട്ടുന്ന ഖൈർ എന്താണെന്നറിയണേ. ചെവി തുറന്ന് കേൾക്കണേ. ഹബീബായ തങ്ങൾ പറയുന്നു, തുഅറദു അലയ്യ അഅമാലുക്കും, എന്റെ ഉമ്മത്തികളായ നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന കർമ്മങ്ങൾ എനിക്ക് അല്ലാഹു കാണിച്ചു തരുന്നുണ്ട്. ഇത് പേടിക്കേണ്ട ഹദീസാണ്. ഇത് വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട ഹദീസാണ്. നമ്മൾ തെറ്റ് ചെയ്യുന്നതോ നമ്മൾ മറച്ചു പിടിക്കുന്നതോ ആരാരും മറയില്ലെന്ന് വിചാരിക്കുന്നതോ ആയ കർമ്മങ്ങൾ അല്ലാഹു ജല്ല ജലാലു കാണുന്നുണ്ട്. അതോടൊപ്പം അല്ലാഹുവിന്റെ മെഹബൂബായ റസൂലുള്ളാഹി തങ്ങൾക്ക് അല്ലാഹു കാണിച്ചു കൊടുക്കുന്നുണ്ട്. നബിയേ, അങ്ങയുടെ ഉമ്മത്തികളുടെ മനസ്സിന്റെ ഉള്ളകം, നബിയേ, അങ്ങയുടെ ഉമ്മത്തികളുടെ അമാലുകൾ നമ്മൾ നാണിക്കണ്ടയോ? നമ്മുടെ മലക്കുകളിൽ നിന്ന് നാണിക്കണ്ടയോ? ഹബീബായ നബി തങ്ങളിൽ നിന്ന് മുത്തനബി തങ്ങൾ പറയാൻ, തുഅറദു അലയ്യ അഅമാലുക്കും, നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അല്ലാഹു എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. ഫമാ റഅയ്തു മിൻ ഖൈരിൻ ഹമിദുല്ലാഹ്, നിങ്ങൾ ചെയ്യുന്ന നന്മ എനിക്ക് കിട്ടിയാൽ ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കും. വമാ റഅയ്തു മിൻ ശർറിൻ ഇസ്തഗ്ഫർതുല്ലാഹ ലക്കും, നിങ്ങൾ ചെയ്യുന്ന തിന്മകളെങ്ങാനും ഞാൻ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നുണ്ട്. അത് ഞാൻ എൻ്റെ മരണശേഷം ചെയ്യുന്ന, എൻ്റെ മരണശേഷം നിങ്ങൾക്കുണ്ടാകുന്ന നന്മയാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് മുത്തനബി തങ്ങൾ ലോകത്തിന് റഹ്മത്താണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അത് സ്വഹാബികൾക്ക് മാത്രമല്ല, ഹബീബിന്റെ കാലക്കാർക്ക് മാത്രമല്ല. നമുക്ക് വേണ്ടി ഹബീബ് ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹബീബ് കൊണ്ടുണ്ടാകുന്ന റഹ്മത്തല്ലേ, ഹബീബ് കൊണ്ടുണ്ടാകുന്ന ബറക്കത്തല്ലേ എന്ന് നമ്മൾ പറയുന്നത്. മഹാന്മാർ ഈ ഹദീസിന് കൊടുത്ത ഹെഡിങ് എങ്ങനെയാണ്? ഈ ഹദീസ് കൊണ്ടുവന്നപ്പോ മഹാനായ അല്ലാമ ശൈഖുൽ ഇസ്ലാം ഇമാമുൽ ഹൈസമി തങ്ങൾ മജ്മുഉസ് സവായിദിൽ ഈ ഹദീസ് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ബാബു മാ യഹ്സുലു ലി ഉമ്മതിഹി മിൻ ഇസ്തിഗ്ഫാരിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഹും ബഅദ മൗതിഹി. എന്ത് മനോഹരമായ ഹെഡിങ് ആണത്! ആ ഹദീസ് കൊണ്ടുവന്ന ബാബിന്റെ പേര് അത് കണ്ടാൽ സത്യവിശ്വാസികളുടെ ഹൃദയം സന്തോഷം കൊണ്ട് പറപറക്കുന്നു. എന്താണ് ആ പറഞ്ഞത്? ഹബീബായ നബി തങ്ങൾ വഫാത്തായി കഴിഞ്ഞാലും അവിടുത്തെ ഉമ്മത്തികൾക്ക് ലഭിക്കുന്ന കരുണ, അവിടുത്തെ ഉമ്മത്തികൾക്ക് ലഭിക്കുന്ന ബറക്കത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇമാമുൽ ഹൈസമി തങ്ങൾ ഈ ഹദീസ് കൊണ്ടുവരുന്നത്. ഇമാം ഹൈസമി തങ്ങളുടെ മറ്റൊരു കിതാബുണ്ട്, കശ്ഫുൽ അസ്റാർ അൻ സവായിദിൽ ഇമാമിൽ ബസ്സാർ. മഹാനവറുകൾ അവിടെ കൊണ്ടുവന്നത് മാ യഹ്സുലു ലിൽ ഉമ്മതി ബിസബബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹയാതിഹി വ മൗതിഹി. അല്ലാഹുവിന്റെ ഹബീബ് ജീവിച്ചിരുന്നാലും ഹബീബായ നബി തങ്ങൾ വഫാത്തായാലും അവിടുത്തെ ഉമ്മത്തികൾക്ക് ഹബീബിനാൽ കിട്ടുന്ന, നബിതങ്ങളാൽ കിട്ടുന്നത് എന്തൊക്കെയാണ് ലഭിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഇനി കേൾക്കണോ? സ്വഹീഹുൽ ബുഖാരിക്ക് ശറഹ് എഴുതിയ മഹാനായ അല്ലാമ ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ, മഹാനായ അല്ലാമ അൽ ഹാഫിദ് ഇബ്നു ഹജർ വഫാത്തായാലും മുത്തനബിതങ്ങൾക്ക് ബറക്കത്തുണ്ട്, എന്നാലും ഹബീബിൽ ബറക്കത്തുണ്ട്, നബിതങ്ങളിൽ ബറക്കത്തുണ്ട്. ഈ ഉമ്മത്തിന്റെ കർമ്മങ്ങൾ ഹബീബായ നബിതങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് മുഹമ്മദ് മുസ്തഫ അർ-റഹ്മത്തുൽ മുഹ്ദാ സ്വല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ ഹബീബല്ലാഹ് സ്വല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ ഖൈറ ഖൽഖില്ലാഹ്. നമ്മൾ അറിയണമേ, ഹബീബായ നബി തങ്ങൾക്ക് ഓരോ ദിവസവും നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കാസർഗോഡ് ജില്ലയിലാവട്ടെ, കണ്ണൂരാവട്ടെ, മലപ്പുറമാവട്ടെ, ഇനി ഏതെങ്കിലും വേറെ ജില്ലകളോ സംസ്ഥാനങ്ങളോ രാജ്യങ്ങളോ ആകട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തികൾ ഈ ഭൂമി ലോകത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ച് നടക്കുന്ന ആളുകൾ, ആ ഓരോ ആണിന്റെയും പെണ്ണിന്റെയും കർമ്മങ്ങൾ മുത്തനബി തങ്ങൾ കാണുന്നുണ്ട്. ഓരോ ദിവസവും 2 തവണ, രാവിലെയും വൈകുന്നേരവും.
ഇതാണ് മഹാന്മാർ മനസ്സിലാക്കിയത് ഹബീബിൽ നിന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി രാവിലെയും വൈകുന്നേരവും നമ്മുടെ കർമ്മങ്ങൾ കാണുന്നുണ്ടത്രേ, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. നന്മ കാണുമ്പോൾ ഹബീബ് അള്ളാഹുവിനെ സ്തുതിക്കുന്നുണ്ട്. മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി കിതാബ് അസ്-സുഹദ് വർ-റഖായിഖിൽ മഹാനവറുകൾ പറയുന്നുണ്ട്, സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു താബിഈങ്ങളിലെ പ്രമുഖനായ മഹാനായ സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ അഥറുണ്ട്, ലൈസ യൗമുൻ ഇല്ലാ വയുഅറദു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തുഹു ബിൽ ഗദാതി വൽ അശി ലിയശ്ഹദ അലൈഹിം. അല്ലാഹുവിന്റെ റസൂൽ സാക്ഷിയാണെന്നാണ് ഖുർആൻ പറഞ്ഞത്. നബിതങ്ങൾ സാക്ഷിയാണ്. എന്താ സാക്ഷി എന്ന് പറഞ്ഞാൽ, തങ്ങളെ അങ്ങയുടെ ഉമ്മത്തികൾ ചെയ്ത ഈ കർമ്മത്തിന് അങ്ങയുടെ ഉമ്മത്തികൾക്ക് അങ്ങ് സാക്ഷിയാണോ? തങ്ങൾ സാക്ഷിയാണ്. എവിടെന്ന്? ഇന്നാ യാ അയ്യുഹൻ നബി ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. 5 ഗുണങ്ങളല്ലേ നബിയെ കുറിച്ച് അല്ലാഹു പറഞ്ഞത്. അങ്ങയെ നിയോഗിച്ചത് ഷാഹിദൻ സാക്ഷിയായിട്ട്, വമുബശ്ശിറൻ സുവിശേഷകനായിട്ട്, വനദീറാ താക്കീതുകാരനായിട്ട്, വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി അള്ളാഹുവിന്റെ അനുമതിയോടുകൂടെ ജനങ്ങളെ സ്വർഗത്തിലേക്ക് വിളിക്കാൻ വന്നവരായിട്ട്, വസിറാജം മുനീറാ പ്രോജ്വലിക്കുന്ന പ്രകാശധാരയായിട്ട്. ആ നിബിതങ്ങൾ സാക്ഷിയാവേണമെങ്കിൽ നമ്മളെ അള്ളാഹുവിന്റെ റസൂൽ കാണേണ്ടയോ? നമ്മളെ ഹബീബിന് കാണിക്കപ്പെടേണ്ടയോ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കർമ്മങ്ങൾ കാണിക്കപ്പെടുന്ന പോലെ നമ്മെ കാണിക്കപ്പെടുന്നുണ്ടെന്നാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മളെ കാണിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ആരാണോ സ്വലാത്ത് ചൊല്ലുന്നത്, ആരാണോ ഏതാണോ കർമ്മം ചെയ്യുന്നത്, ഇത് അള്ളാഹുവിന്റെ ഹബീബിന് അള്ളാഹു കൊടുത്ത മഹത്വമാണ്. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. അതുകൊണ്ടാണ് ഹബീബിനെ സാധാരണ മനുഷ്യൻ എന്ന് പറഞ്ഞ് തള്ളിക്കളയല്ലേ. ഇത് സാധാരണക്കാരൻ ഉണ്ടാകുന്ന വിഷയമാണോ എന്നോർക്കണം. മുത്തുനബി തങ്ങൾക്ക് നമ്മുടെ കർമ്മങ്ങൾ കാണിക്കപ്പെടുന്നുണ്ട് എന്ന പോലെ നമ്മെ അള്ളാഹു കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് പറഞ്ഞത് താബിഈങ്ങളുടെ നേതാവ് സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു, മദീന കണ്ട ലോക പ്രശസ്തനായ ആലിം, ഫുഖഹാഉസ് സബ്ഇൽ പെടുന്ന മഹാനായ പണ്ഡിതൻ, മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങള് മഹാൻ തെളിവ് പറഞ്ഞ വിഷയം ഖുർആൻ. فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا. سورة النساء. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു മുത്തുനബി തങ്ങളെ കേൾക്കണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോ ഇബ്നു മസ്ഊദ് നബി തങ്ങൾക്ക് ഓതി കൊടുക്കുകയാണ്. حتى إذا وصل إلى قوله تعالى സൂറത്തുൻ നിസായിലെ 41-ാമത്തെ ഈ ആയത്തിലേക്ക് എത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മതി ഇബ്നു മസ്ഊദ് ഇതിനപ്പുറത്തേക്ക് ഓതരുതേ. ഫനളറതു ഇലാ വജ്ഹിൻ നബി, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഫഇദാ ഐനാഹു തദ്രിഫാൻ, ഹബീബിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വരുന്നത് ഞാൻ കണ്ടു എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം? ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ്. നബിയേ, ഓരോരോ സമുദായങ്ങളിൽ നിന്നും അവരവരുടെ പ്രവാചകന്മാരെ ആ ഉമ്മത്തിന് സാക്ഷികളായിട്ട് നാം വിസ്തരിക്കുകയും വജിനാ ബിക അലാ ഹൗലാഇ ഷഹീദാ, അങ്ങയുടെ ഉമ്മത്തികൾക്ക് സാക്ഷിയായി അങ്ങയെ നാം വിസ്തരിക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടാകും നബിയേ? നാളെ മഹ്ശറായിൽ എനിക്കും നിങ്ങൾക്കും സാക്ഷി പറയുന്ന വിധങ്ങൾ കാണാതെ ഒരാളെ എങ്ങനെയാണ് നബി സാക്ഷി പറയാ? നമ്മൾ ചെയ്തത് ഹക്കാണെന്ന് ബോധ്യപ്പെടാതെ എങ്ങനെയാണ് ഒരാൾ സാക്ഷി പറയുന്നത്? ഇത് അല്ലാഹുവിന്റെ ഇൽമ പോലത്തെ ഇൽമല്ല, ഒരിക്കലുമല്ല. തആല അല്ലാഹു ഉലുവൻ കബീറാ,
പക്ഷേ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തികളുടെ നേതാവ്, ഉമ്മത്തികളുടെ സാക്ഷി എന്ന് പറഞ്ഞത് സ്വഹാബികൾക്ക് മാത്രമാണോ? അല്ല. സ്വഹാബികൾക്ക് മാത്രമാണോ നബി തങ്ങൾ സാക്ഷിയാവുന്നത്? അല്ല. ലോകാവസാനം വരെ വരാനുള്ള മുഴുവൻ മുഅ്മിനീങ്ങളെയും ഹബീബ് കാണിക്കപ്പെടുന്നുണ്ട്, നബി തങ്ങൾക്ക് കാണിക്കപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞത് താബിഈങ്ങളുടെ നേതാവ്, മദീന കണ്ട ഫുഖഹാ ഉസ്സബഅ എന്ന 7 ഫുഖഹാക്കളിൽ പെടുന്ന മഹാൻ സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു തെളിവ് ധരിക്കുന്നത് സൂറത്തുൻ നിസായിൽ നിന്ന് അല്ലാഹുവിന്റെ ഹബീബ് സാക്ഷിയാണ്. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.